ഈ ഒരു വാർത്ത സത്യത്തിൽ വളരെ വിഷമം തോന്നിപ്പിച്ചു. കാരണം മലയാളികളുടെ മനസ്സിലേക്ക് എന്നും തെളിഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് സലീം കുമാർ എന്ന് പറയുന്നത്. അത് ഏത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ പ്രവർത്തന രംഗത്തായാലും സിനിമയിലായാലും ഒക്കെ തന്നെ മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിത്വമായിരുന്നു സലീം കുമാറിൻ്റെ. സിനിമയിലെ അഭിനയം എന്ന് പറയുമ്പോൾ സലീം കുമാറിൻ്റെ ഹാസ്യാത്മകമായ രംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിനയ പ്രകടനങ്ങളും ഒരു ബോഡി ലാംഗ്വേജും സംഭാഷണ രീതി വരെ അതുവരെ നമ്മൾ മലയാളികളെ അനുഭവിക്കാത്ത ഒരു പുതിയ രീതിയിലുള്ള ഒരു അഭിനയ രീതിയായിരുന്നു സലീം കുമാർ മലയാള സിനിമയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ എപ്പോഴും പറയുന്നൊരു വാക്കാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണിത്. കാരണം ഒരു ഉറച്ച രാഷ്ട്രീയ നിരീക്ഷണവും കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമായിരുന്നു സലീം കുമാർ. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് UDFൻ്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് ഞാനും 2-3 വേദികൾ കോഴിക്കോടുണ്ടായിരുന്നു. ലാസ്റ്റ് കൊയിലാണ്ടി വെച്ചായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ട് പിരിഞ്ഞത്. ആ പിരിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, ചേട്ടാ വല്ലാതെ വൈകിപ്പോന്നുണ്ട് സിനിമ ചെയ്യാൻ, അത് വേഗം പ്ലാൻ ചെയ്യും, എന്നിട്ടോടെ എനിക്ക് അഭിനയിക്കണം സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് അത്ര എന്താ പറയുക ഒരു ഭയങ്കരമായ നിഷ്കളങ്കമായ ഒരു രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും സലീം കുമാറിൻ്റെ. എൻ്റെ 2 സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അഞ്ചര കല്യാണം, പിന്നെ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമകളിലാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികളെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് ആദാമിൻ്റെ മകൻ അബു, അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമകളിൽ അഭിനയം. കാരണം ഒരു ഹാസ്യ നടനായിട്ടല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സിനിമയിലുള്ള ഒരു നീക്കങ്ങളും അഭിനയ രീതികളൊക്കെ തന്നെ ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞ് ചിന്തിപ്പിക്കാനും അദ്ദേഹം പല സിനിമകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കനായൊരു മനുഷ്യനായിരുന്നു, വ്യക്തിത്വമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒരു മറയില്ലാതെ ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ രംഗത്തായാലും സിനിമാ രംഗത്തായാലും. പിന്നെ നമ്മൾ എന്നും കാണുന്ന ആ ചിരി എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചിരിയായിരുന്നു സലീം കുമാറിൻ്റെ. ഒരിക്കലും ആർട്ടിഫിഷ്യലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണെങ്കിലും ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു അഹങ്കാരം തലയിൽ പേറിക്കൊണ്ടുള്ള നടക്കുന്ന ഒരാളല്ലായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എവിടെ കണ്ടാലും എല്ലാവരോടും തീരെ പരിചയമില്ലാത്ത ആളാണെങ്കിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലീം കുമാറിൻ്റെ. അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാൻ തോന്നുന്നത്. ഒരുപാട് റോഡുകൾ ബാക്കി വെച്ചിട്ട് പോയിന്നാണ് അപ്പോൾ അല്ലേ? തീർച്ചയായും ഒന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറി നിൽക്കേണ്ട ഒരു വ്യക്തിത്വം അല്ലായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളിലെ ചില കോമഡികളൊക്കെ കാണുമ്പോൾ അത് കോമഡിയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാം. കാരണം ജഗദീഷ് ശ്രീകുമാറും സലീം കുമാറും ഒക്കെ സൃഷ്ടിച്ചു പോയിരിക്കുന്ന വഴികളും അവർ സൃഷ്ടിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ നമുക്ക് എന്തും ഓർക്കുന്നതാണ്. എത്രയോ വേഷങ്ങൾ ഇനിയും ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു സലീം കുമാർ ഈ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെ. പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ശക്തമായിട്ട് അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നത്.